ശീലവും എല്ലാവരും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പൊതുവിൽ അല്പം പരിഷ്കാരമുള്ള കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ, ശിശുക്കളെ, ബാല്യ മനസ്സുള്ളവരെ ബാല്യകാലത്ത് നിർബന്ധപൂർവം അനേകം ശീലങ്ങൾ ശീലിപ്പിക്കേണ്ടത് നമ്മളത് ശീലിപ്പിക്കാതിരിക്കുന്നു. മറിച്ച് അതനുസരിച്ച് വളർന്നു വന്ന കുട്ടി കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തെറ്റാണ്. കാരണം കൗമാരകാലത്ത് ഉപദേശം ആർക്കും സഹിക്കത്തില്ല. അതെനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആ സമയത്ത് എല്ലാത്തിനോടും ഒരു എതിർക്കാനുള്ള മനസ്സായിരിക്കും. യൗവനാരംഭകാലത്ത് 15, 16, 17 വയസ്സുള്ള കാലത്ത് ഉപദേശം കേൾക്കുന്നിടത്തോളം ഈർഷ്യ, ദേഷ്യം, അസൂയ അല്ലെങ്കിൽ അതിനോടുള്ള വെറുപ്പ് ഒന്നിനോടും ഉണ്ടാവില്ല. ആ സമയത്താണ് പക്ഷെ നമ്മുടെ ഉപദേശം, മോളെ നീ ഇങ്ങനെയൊക്കെ ആയാ മതിയോ എന്ന് കോളേജിൽ പോകുന്ന കൊച്ചിനോട് ചോദിച്ചു, ഓ തുടങ്ങി അമ്മയുടെ ഉപദേശം എന്ന് പറയുന്ന മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായത് കുറ്റം അവരുടേതല്ല, നമ്മുടേതാ. പാശ്ചാത്യമായ പേരന്റിങ്, പിഴച്ച പേരന്റിങ്. 1.5 വർഷം വരെ മാത്രം, പരമാവധി 3 വർഷം വരെ മാത്രമാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ കുഞ്ഞുങ്ങളോടൊപ്പം അച്ഛനമ്മമാർ എന്നല്ല ആ കുട്ടിയെ സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും ജീവിക്കുന്നത്. കുട്ടിയെ സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നത് ശരാശരി 1.5 വർഷം. അതിനപ്പുറം അതിനുശേഷം ഒരു 1.5 വർഷം കൂടെ ഒന്നുകിൽ പുരുഷന്റെ കൂടെ, ഞാൻ അച്ഛൻ എന്ന് മനഃപൂർവ്വം പറയാതിരിക്കുക, അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ ആണ് കുട്ടി ജീവിക്കുന്നത്. 3 വയസ്സായാൽ മിക്കവാറും ആ കുട്ടിയെ സർക്കാർ മന്ദിരങ്ങളിലേക്ക് മാറ്റുന്നു. പിന്നെ സർക്കാർ ഏജൻസികളാണ് ആ കുട്ടികളെ വളർത്തുന്നത്. അച്ഛന്റെ സ്നേഹമറിയാതെ, അപ്പൂപ്പന്റെ തലോടലേൽക്കാതെ, അമ്മയുടെ ശാസന കേൾക്കാതെ, അമ്മൂമ്മയുടെ ആ പല്ലുപോയ ജപ്പിക്കറി കൊണ്ട് ഒരു ഉമ്മ കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ ആ മനസ്സിലുണ്ടാവുന്ന തന്റെ ഒറ്റപ്പെടൽ മുഴുവൻ വളർന്നു വരുമ്പോൾ അത് പകയായി പരിണമിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട്, അമേരിക്കയിലും പരിഷ്കൃത രാജ്യങ്ങളിലുമൊക്കെ ഇന്നത്തെ പത്രത്തിൽ വെടിവെക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വെടിവെച്ചാ കളിക്കുന്നത്. ഏത് നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന കളിത്തോക്കല്ല, യഥാർത്ഥ തോക്ക് വെച്ച് അച്ഛനെ, അമ്മയെ, സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന മക്കൾ. ഹൈസ്കൂളിലല്ല, കോളേജിലല്ല, നഴ്സറി സ്കൂൾ മോട്ടടക്കം കൊച്ചുകുട്ടികളടക്കം അവർക്ക് തോക്കാണ് കിട്ടുന്നത് കളിക്കൂ വസ്തുവായിട്ട്. എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു? അവർക്ക് മാതാപിതാക്കൾ എന്ന ഒരു സങ്കല്പം വേണ്ടത്ര ഇല്ല. ആ കുട്ടികളിൽ പലതും ശീലിപ്പിക്കേണ്ടതാണെന്ന നാം പറഞ്ഞു പോരുന്ന ഈ സാംസ്കാരിക മൂല്യങ്ങളുടെ മഹത്വത്തെ കുറിച്ച് സനാതന ധർമ്മം അവിടെ ഇല്ലാതെ പോയി. പരിഷ്കാരമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് പരിഷ്കാരം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സായിപ്പ് പറഞ്ഞു മക്കളെ വഴക്ക് പറയരുത്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു മക്കളെ വഴക്ക് പറയണ്ട എന്ന്. ഇപ്പോൾ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ കേരളത്തിൽ പത്രത്തിൽ വന്നൊരു സർവേ കണക്ക് എന്താണെന്ന് അറിയുമോ? കേരളത്തിൽ കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. വിചിത്രമായ ഒരു സത്യം ആ കുട്ടികൾ കുറ്റവാളികളുടെ എണ്ണം കൂടിയതിൽ കൂടുതൽ ശതമാനവും 65% കുട്ടികളും ശരാശരി നല്ല നിലവാരത്തിലുള്ള മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്ന മക്കളാണ് കുറ്റവാളികളായി മാറിയത്. പാവപ്പെട്ട കുട്ടികളല്ല, അനാഥ മക്കളല്ല കുറ്റവാളികളായി മാറിയത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അനാഥ മക്കളാണ് കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന മക്കൾ കുറ്റവാളികളായി മാറിയെങ്കിൽ ആരാണതിന് ഉത്തരവാദി? ആ കുട്ടികളിൽ നാം വേണ്ട പോലെ ശീലങ്ങൾ ശീലിപ്പിച്ചോ? ഓരോന്നും ശീലിപ്പിക്കുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. ചെറുപ്പക്കാരായ മാതാപിതാക്കളുള്ള ഒരാളുടെ വീട്ടിൽ താമസിച്ചു. അവരുടെ കുട്ടിക്ക് 2 വയസ്സ് കഷ്ടിച്ച് 2.5 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. ഞാൻ ചെന്നപ്പോ തൊട്ട് ആ കുട്ടി അച്ഛന്റെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. വലിയ അഭിമാനപൂർവ്വം യുവതിയായ പെൺകൊച്ചനോട് പറഞ്ഞു, ചേട്ടാ കണ്ടില്ലേ, ഞങ്ങളുടെ മോൾക്ക് 2.5 വയസ്സുള്ളൂ, അവർക്ക് മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ അറിയാം. നമ്മൾ അഭിമാനപൂർവ്വം പറയത്തില്ലേ, ടിവിയുടെ റിമോട്ട് അവളുടെ കയ്യിലാണ്, നമ്മളൊന്ന് ചോദിച്ചാൽ കൂടി തരത്തില്ല. ഒരു സീരിയൽ കാണാൻ, അച്ഛനന്മാർക്കാണെങ്കിൽ വാർത്തയൊന്ന് കാണാൻ. അവളോട് കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയിൽ പോയപ്പോൾ ഒരു കോളേജ് അധ്യാപകൻ പറഞ്ഞത്, 5ൽ പഠിക്കുന്ന മോളെ കുറിച്ച് പറഞ്ഞത്, ഞാൻ വല്ലകാലത്തും എത്രയോ തവണ കെഞ്ചിയാലാണ് ടിവിയുടെ റിമോട്ട് ഒന്ന് അവൾ എന്റെ കയ്യിൽ തരുന്നത് എന്ന് അഭിമാനത്തോടെ അച്ഛൻ പറയുമ്പോൾ അതിന്റെ ബാക്കിയുള്ള അപകടത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ എറണാകുളത്ത് കുറച്ചു നാളും ഒരു പരിപാടിയിൽ പോയി. ഇങ്ങനെ സദസ്സിലിരിക്കുന്നു, വേദിയിൽ ഒരു വലിയ സാംസ്കാരിക സമ്മേളനം, അനേകം പേർ സംസാരിക്കുന്നു. 2.5-3 മണിക്കൂർ നേരം നീണ്ട ആ പരിപാടി
പല മഹാന്മാരും പ്രസംഗിച്ചു, പണ്ഡിതന്മാർ, സിനിമാ രംഗത്തുള്ളവർ ഒക്കെ പ്രസംഗിക്കുമ്പോഴും എന്റെ തൊട്ട് മുമ്പിലിരുന്ന ഒരു 16 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി, കണ്ടാൽ സാമാന്യം കാശൊക്കെയുള്ള വീട്ടിലെ ആണ് അവളുടെ അമ്മ അവളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. പരിപാടി തുടങ്ങാൻ അവൾ വന്നിരുന്നപ്പോൾ തൊട്ട് അവൾ ടാബ്ലറ്റിൽ ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ചാറ്റുകയോ ചീറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ വേദിയിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടി ഒരു മഹാനായ ഋഷി ഇരിക്കുന്നുണ്ട്. ഏത് ശിശുവിന് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ, വളരെ തമാശയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന മാർ ക്രിസോസ്റ്റം എന്ന മഹാഋഷി, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പോലും കോളേജിലോ പ്ലസ് ടുവിനെങ്കിലും പഠിക്കുന്ന ആ പെൺകുട്ടി ഒരു വാക്ക് പോലും ശ്രദ്ധിച്ചില്ല. 2.5 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലാണ്. ഭക്ഷണം കഴിക്കാൻ പോയി ക്യൂ നിൽക്കുമ്പോഴും 5 പേർ അവളുടെ മുമ്പിലുണ്ട്. ആ 5 പേർ എത്തുന്നിടം വരേക്ക് അവൾ വീണ്ടും ടാബിലെടുത്ത് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പരിപാടി കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പട്ടണത്തിലേക്ക് പോകുമ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 10-18 വയസ്സ് തോന്നുന്ന ഒരു പെൺകുട്ടി, അവളുടെ ചെവിയിൽ ഒരു കുന്ത്രാടം വെച്ചിട്ടുണ്ട്. ഇതേ സാധനം അവളുടെ കയ്യിലുമുണ്ട്. പേഴ്സും ടാബ്ലറ്റും കയ്യിൽ വെച്ച് കളിക്കുന്നു. ഒരു AC ലോ ഫ്ലോർ ബസ്. അവൾ കയറി തപ്പിത്തടഞ്ഞ് ഒരു സീറ്റിൽ ഇരുന്നു. ആരോ വന്ന് അവളെ തോണ്ടി. അവൾ ഒരു രൂപാനോട്ടെടുത്ത് ഇങ്ങനെ നീട്ടി. നോട്ടം ഇതിനകത്താ. അയാൾ എന്തോ കുറിച്ച് തിരിച്ചെന്തോ കൊടുത്തു. തോണ്ടിയത് കണ്ടക്ടറാണോ എന്ന് അവൾക്കറിയില്ല. കൊടുത്തത് ടിക്കറ്റാണോ എന്ന് അവൾ കണ്ടില്ല. കിട്ടിയത് അവൾ പേഴ്സിലേക്ക് തിരികെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ഇതിൽ നോക്കിയും കണ്ടും കൊണ്ടും ഇറങ്ങിപ്പോയി. കൂടെ അടുത്തിരുന്ന് യാത്ര ചെയ്തത് ആരാണെന്ന് അവൾ കണ്ടിട്ടില്ല. അടുത്തിരുന്ന യാത്രക്കാരാരാണെന്ന് അവൾ അറിയില്ല. ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ തൊട്ടടുത്തിരുന്ന സീറ്റിൽ ഇരിക്കുന്ന മനുഷ്യൻ വൃദ്ധനാണോ, യുവാവാണോ, യുവതിയാണോ? തന്റെ അടുത്തിരുന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ശ്വാസനിശ്വാസങ്ങൾ തിരിച്ചറിയാതെ നമ്മുടെ മക്കൾ വളരുകയാണ്. അടുത്തോ മുൻപിലോ പുറകിലോ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ആവലാദികളും വേവലാദികളും തിരിച്ചറിയാതെ നമ്മുടെ മക്കൾ വളരുകയാണ്. അങ്ങനെ വളരുന്ന മക്കൾ ഈ മൊബൈലിലൂടെ, പിന്നെ വളർന്ന് കൗമാരമായപ്പോൾ ടാബ്ലറ്റിലൂടെ, യൗവനാരംഭത്തിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്ത് സ്വന്തം മുറിയിലിരുന്ന് അവൾ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കെ, യുവതിയായി ഉദ്യോഗം നേടി എതിരെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞോ തന്നെ താരാട്ട് പാട്ടി ഉറക്കിയതാരാണെന്നോ, തനിക്ക് ചോറ് വാരി തന്നതാരാണെന്ന് അവൾ അറിയുന്നുണ്ടോ? തന്നെ സംരക്ഷിച്ച് ഉറക്കമൊഴിച്ച് കാവലിരുന്ന മനുഷ്യനാരാണ്? അവൾ അനുഭവിച്ച ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എന്താണെന്ന് അറിഞ്ഞാണോ ആ ആൺകുട്ടിയും പെൺകുട്ടിയും വളരുന്നത്? അവൾ നാളെ ഒരു ജോലിക്കാരിയായി മാറി മറ്റൊരുവന്റെ ഭാര്യയായിട്ടോ അല്ലാതെ സ്വതന്ത്രമായിട്ടോ ജീവിക്കാൻ പോകുമ്പോൾ അനുഭവമായി വീട്ടിൽ കിടക്കുന്ന വാർദ്ധക്യത്തിൽ പെട്ടുപോയ മാതാപിതാക്കളെ തിരിച്ചറിയാതെ പോയെങ്കിൽ ഉത്തരവാദിയാരാണ്? സഹജീവിയെ കണ്ട് വളരാൻ പഠിപ്പിക്കാത്ത നമ്മളാണോ, മക്കളാണോ? ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ മക്കളെ ശൈശവത്തിലേ ശീലിപ്പിക്കണം. ശീലങ്ങൾ ശൈശവത്തിൽ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതാണ്. രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ഭൃത്യവർ പ്രാപ്തേ ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേ. നമ്മുടെ പൂർവികന്മാർ കൊണ്ട് പറഞ്ഞു വെച്ചതാ. ഒന്നേ ഉള്ളെങ്കിൽ ആ ഒലക്ക കൊണ്ട് അടിക്കണം. വീട്ടിൽ ഒലക്കയില്ലല്ലോ, ഗ്രൈൻഡർ അല്ലേ, ഗ്രൈൻഡർ വെച്ചതെല്ലാം പറ്റുമോ? അല്ല, ഇടിക്കാൻ പറ്റുമോ? ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കൊണ്ടെന്നൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ നടക്കില്ല. ആദ്യത്തെ 5 വയസ്സ് വരെ കുട്ടികളെ രാജാവിനെ പോലെ വളർത്തണം, അതേ പറ്റൂ. അവരുടെ ഇഷ്ടം, അവർ പറയുന്നത് കേട്ട് അവർ ചോദിച്ചു കൊടുത്ത്. പക്ഷേ അതിനുശേഷം 6-ാം വയസ്സ് തൊട്ട് 10 വർഷക്കാലം അടിമയെ പോലെ, ഭൃത്യനെ പോലെ വളർത്തണം. പറഞ്ഞത് കേൾപ്പിച്ച്, കേട്ടില്ലെങ്കിൽ ശാസിച്ച്, അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിച്ച്, അല്ലെങ്കിൽ ശിക്ഷിച്ചനുസരിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് മുഴുവൻ പറഞ്ഞനുസരിപ്പിച്ച് അനുസരണയുള്ള മക്കളാക്കി 10 വർഷക്കാലം ശീലിപ്പിക്കണം. 16 വയസ്സ് മുതൽ പ്രാപ്തേ ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേ. 16 വയസ്സ് മുതൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സുഹൃത്തിനെ പോലെ കാണണം. നമ്മൾ 2-ാം വയസ്സ് തൊട്ട് സുഹൃത്തിനെ പോലെ കാണുകയും 16-ാം വയസ്സിൽ ഉപദേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിഴയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് പകരം ശീലങ്ങൾ, കുട്ടി കരയട്ടെ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കരയും എന്നല്ലേ നമ്മുടെ ആക്ഷേപം, നമ്മുടെ സങ്കടം. കരയാനുള്ള കുഴപ്പം? കരയുക എന്നുള്ളത് മാനുഷികമായ വികാരമാണ്. കണ്ണുനീർ പ്രത്യുൽപാദനം നടത്തുന്നത്, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തലച്ചോറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ മാനവിക വികാരങ്ങളുള്ളവർക്കേ കണ്ണു നിറയൂ. ക്രൂര മനസ്സുള്ളവർക്ക് കണ്ണു നിറയില്ല. മനസ്സിൽ മാനുഷികമായ ചെറിയ ചെറിയ വികാരങ്ങളുണ്ടല്ലോ, സ്നേഹം, കാരുണ്യം, സഹാനുഭൂതി, സംവേദനക്ഷമത, മറ്റൊരാളിന്റെ സന്തോഷം കണ്ടാൽ ആനന്ദിക്കാൻ കഴിയുന്ന, അന്യന്റെ ദുഃഖം കണ്ടാൽ സ്വന്തം നെഞ്ചു പടയ്ക്കുമോ നമുക്ക്, നമ്മുടെ മക്കൾക്ക്? മറ്റൊരാളിന്റെ വേദന കണ്ടാൽ കണ്ണു നിറയുമോ?
കണ്ണു നിറയാത്ത തരത്തിലാണ് നാം നമ്മുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ, മക്കൾ സങ്കടപ്പെടാതിരിക്കാനാ നാം നമ്മുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ, വളർത്തപ്പെട്ട മക്കൾ മൃഗങ്ങളായി അധപ്പതിക്കും, പരിണമിക്കും. മാനുഷിക ഗുണത്തിന്റെ അടയാളമാണ് കണ്ണു നിറയുന്നതും സങ്കടമുണ്ടാകുന്നതും ഒക്കെ. അതില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയില്ലേ, ബാംഗ്ലൂരിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച മുന്നേ കണ്ടു നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ. ഭാരതത്തിലെ ഏറ്റവും വലിയ നഗരം, നൂറുകണക്കിന് ആൾക്കാർ കണ്ടു നിന്നിട്ട് എന്ത് ഒരുവൻ പോലും ആ പെൺകുട്ടിയെ സംരക്ഷിക്കുവാൻ മുൻപോട്ട് വന്നില്ല. അവൾ എന്റെ സഹോദരിയാണ് എന്ന് തോന്നിയോ? അവളെ ഞാൻ സംരക്ഷിക്കേണ്ടതാണെന്ന സംസ്കാരം നൽകിയോ? മറ്റൊരു ജീവനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന മാനുഷികമായ സംസ്കാരം നൽകാതെ സ്വാർത്ഥമായി വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് പരമപ്രധാനം എന്ന് പറഞ്ഞ് നാം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് അന്യന്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ വളർത്തിക്കൊണ്ടിരിക്കെ ആ മക്കൾ മൃഗങ്ങളായി പോകും. സ്വന്തം മകളെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാലേ പഠിക്കൂ എന്നുണ്ടോ? സ്വന്തം മകൻ വഴിപിഴച്ചു പോയാലേ നമുക്കിത് ബോധ്യമാകൂ എന്നുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടത്തിന് നിവൃത്തി ഉണ്ടാവുകയില്ല, ഒരു നിവൃത്തിയും ഉണ്ടാവുകയില്ല. ആ ഗതികേടിലേക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും വരാതിരിക്കണമെങ്കിൽ, ഈ രാജ്യത്തിന് വരാതിരിക്കണമെങ്കിൽ മക്കളെ വേണ്ട പോലെ ശീലിപ്പിക്കുവാൻ നാം സ്വയം പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. അല്ലാതെ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം, ഇന്ന് പരിഷ്കാരികളായ പെൺകുട്ടികൾ, വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം, അതിൽ നിങ്ങളാരെ ഇടപെടാൻ? സദാചാരം എനിക്ക് തോന്നുമ്പോൾ തോന്നുന്നിടത്ത് വെച്ച് ഞാൻ ഉമ്മ വെച്ച് കളിക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ? അതല്ലായിരുന്നോ ചുംബന സമരത്തിന്റെ വാഗ്ദാനം? ചുംബന സമരം നടത്തിയ ഒരു പറ്റം യുവതികളും ചില രാഷ്ട്രീയക്കാരും വിളിച്ചു പറഞ്ഞത് എന്താ? വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം. പ്രായപൂർത്തിയായ പെണ്ണിനും ആണിനും ഒന്നിച്ച് താമസിച്ചാൽ എന്താ കുഴപ്പം? അതാണ് വലിയ അപകടം ഈ രാജ്യത്തെ. എനിക്ക് എന്നെ ഇഷ്ടമല്ലേ, അത് തലയിടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ട്രെയിനിൽ പതിവായി സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും, വിശേഷിച്ചും വൈകുന്നേരങ്ങളിലൊക്കെ ഒരു മറയുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ പെരുമാറുന്ന യുവതീ യുവാക്കൾ. അവിടെ ഇരിക്കുന്നത് കൊച്ചുകുട്ടികളാണോ വൃദ്ധരാണോ എന്ന് നോക്കാതെ എത്ര തോന്നിയവാസത്തിനോടുകൂടി അതെന്റെ കാര്യം എന്ന ചിന്താഗതിയോടുകൂടി പെരുമാറുന്ന എത്രയോ പരിഷ്കാരികളായ യുവതീ യുവാക്കൾ, വിദ്യാസമ്പന്നരും സാമ്പത്തിക ശേഷിയുമുള്ളവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് ഗതികേടാണത്? അത് പാടുണ്ടായിരുന്നോ? മാനുഷികമായ സംസ്കാരം ഉണ്ടായിരുന്ന നമ്മൾ ശീലിപ്പിച്ചത് എന്താ? പല കാര്യങ്ങളും മറയിൽ ചെയ്യേണ്ടതാ, പല കാര്യങ്ങളും സ്വകാര്യമായിട്ട് ചെയ്യേണ്ടതാ. സ്വകാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായി ചെയ്യാൻ പാടില്ലാത്തതിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. അതിനെയാ സദാചാരം എന്ന് പറയുന്നത്. അത് ആരാ തീരുമാനിക്കുന്നതെന്നാ പത്രക്കാർ ചോദിക്കുന്നത്, അത് ആരാ തീരുമാനിക്കുന്നതെന്നാ കവികൾ, ബുദ്ധിജീവികൾ, രാഷ്ട്രീയക്കാർ ചോദിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അത് അങ്ങനെ പാടില്ല എന്ന് എന്തേ ആ യുവതീ യുവാക്കൾക്ക് തോന്നിയില്ല? കേരളത്തിൽ ചുംബന സമരം നിങ്ങളുടെ ജില്ലയിലും നടന്നല്ലോ, ആലപ്പുഴ ബീച്ചിലും നടന്നു. ചോദ്യം എന്തായിരുന്നു? ആവശ്യം എന്തായിരുന്നു? എനിക്ക് തോന്നിയ വികാരം തോന്നിയിടത്ത് വെച്ച് തോന്നുമ്പോൾ പ്രകടിപ്പിക്കും. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നായിരുന്നല്ലോ ചോദ്യം. എന്താ വ്യത്യാസം ഈ പരിഷ്കാരികൾക്ക്? നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ മറ്റു പലയിടത്തും പോയിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ തെരുവ് നായ്ക്കളെയും കുരങ്ങിൻ കൂട്ടങ്ങളെയും കണ്ടിട്ടുണ്ട്. പക്ഷിമൃഗാദികൾ പോലും ഇണചേരുന്നത് 99% സ്വകാര്യതയിലാണ്. പക്ഷെ രണ്ടു തരം ജീവികൾ പരസ്യമായി ഇണചേരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്ന് തെരുവ് നായ്ക്കളും മറ്റൊന്ന് വാനരക്കൂട്ടങ്ങളുമാണ്. വാനരക്കൂട്ടങ്ങൾ കാട്ടിലൂടെയോ അമ്പലങ്ങളിലൂടെയോ ഒക്കെ പോകുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? കുട്ടികളാണോ, മുതിർന്നവരാണോ, സ്ത്രീകളാണോ, പുരുഷന്മാരാണോ, മറ്റു മൃഗജാലങ്ങൾ സമീപത്തുണ്ടോ? ഇതൊന്നും വാനരക്കൂട്ടങ്ങൾ നോക്കാറില്ലല്ലോ. അവർക്ക് തോന്നുമ്പോൾ ഇണചേരാറുണ്ട്. ഈ വാനരക്കൂട്ടത്തിൽ നിന്ന് എന്ത് ഉയർച്ചയാണ് വിദ്യാഭ്യാസം നേടി എന്ന് പറയുന്ന ഈ യുവതീ യുവാക്കൾക്കുള്ളത്? ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് എന്ത് വളർച്ചയാണ് ഈ പരിഷ്കാരത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കവികൾക്കും ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കും ഉള്ളത്? അത്രമാത്രം മൃഗങ്ങളെ പോലെ, ഈ വാനരക്കൂട്ടങ്ങളെ പോലെ അധപ്പതിച്ചു പോകണോ നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും? അങ്ങനെയുള്ള തരത്തിലേക്ക് അധപ്പതിച്ചു പോകണം എന്നാണ് സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നത് ഒരു ഭാഗം. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സാംസ്കാരിക നായകന്മാർ പഠിപ്പിക്കുന്നത് എന്തിനാണ്? വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം എന്ന് പറയുന്നത്, ചുംബന സമരമാണ് പരമപ്രധാനം എന്ന് പറയുന്നത് എന്തിനാണ്? താലി പൊട്ടിച്ചെറിയൽ സമരം കണ്ടില്ലേ നിങ്ങൾ? എന്തിനാ താലി പൊട്ടിച്ചെറിയുന്നത്? ഞാൻ ഭർത്താവിന് അടിമയല്ല എന്ന് കാണിക്കാൻ, ഞാൻ ഒരു പുരുഷൻ അടിമയല്ല.
ഞാൻ പരപുരുഷനടിമയാണ് എന്നായിരിക്കാം ഉദ്ദേശിച്ചത്, അത് വേറെ കാര്യം. ഏതായാലും പറയുന്നത് താലി പൊട്ടിച്ച് എറിയൽ സമരം എന്തിനാ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാ ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങളിലൂടെ താലി എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ ഒരു അടയാളമാണ്, ഒരു പ്രതീകമാണ്, പാതിവൃത്യത്തിന്റെ അടയാളം. എത്രയായിരം കൊല്ലമായി സീതയുടെയും സാവിത്രിയുടെയും കഥ നമ്മൾ പറഞ്ഞു പോരുന്നു, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പോരുന്നു. പാതിവൃത്യത്തിന്റെ മഹത്വം പാലിപ്പുകർത്തിയ നാട് ഭാരതം എന്ന ഈ മഹത്തായ നാട്ടിൽ ആ പാതിവൃത്യത്തിന്റെ ഏറ്റവും വലിയ സിംബലായ പ്രതീകമായ താലിയെ നീ പൊട്ടിച്ചെറിയ എന്ന് പറയുമ്പോൾ ലക്ഷ്യമാക്കുന്നത് നാം പവിത്രമെന്ന് കരുതിയ, പാവനമെന്ന് കരുതിയ സാംസ്കാരിക മൂല്യങ്ങളുടെ അടിത്തറ തോണ്ടിക്കളയാനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാ ചോദ്യം. മനുഷ്യനായി വളരുന്ന ആ ശീലങ്ങൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചില്ലെങ്കിൽ ഇളം മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ അതേ നിലനിൽക്കൂ. ഏറ്റവും എളുപ്പമായ മനസ്സിൽ നിങ്ങൾ എന്താ കൊടുക്കുന്നത്? നല്ലതാണെങ്കിൽ അവർ അത് സ്വീകരിക്കും, അത് ചീത്തയാണെങ്കിൽ അത് കാലങ്ങളോ. പിന്നെ ഒരു പക്ഷേ അറിവ് സ്വയം ആർജിക്കാൻ ഭാഗ്യമുണ്ടായാൽ നന്നാവാം. അത് എത്ര പേർക്ക് ഞാൻ എന്റെ ബാല്യകാലത്തെ ശൈശവകാലത്ത് കേട്ട ഒരു കഥയുണ്ട്. ഒരിക്കൽ ദൈവം രണ്ട് ജീവികളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ദൈവം പരീക്ഷിക്കുകയാ, എനിക്ക് വെള്ളം വേണം. വെള്ളം എടുക്കാൻ വേണ്ടി രണ്ട് ജീവികൾ പോയത് ഒന്ന് അരണയോടും ഒന്ന് ഓന്തിനോടുമാ പറഞ്ഞത്. രണ്ടുപേരും വെള്ളം എടുക്കാൻ പോയി. അരണ പോയി, വെള്ളം എവിടെ നിന്നും കിട്ടിയില്ല. അവസാനം ഭക്തി മൂത്ത് പാറ തുറന്ന്, ദൈവത്തിനല്ലേ, അതുകൊണ്ട് കഷ്ടപ്പെട്ട് പാറ തുറന്ന് ശുദ്ധജലം, തെളിഞ്ഞ ജലം കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുത്തു. സന്തോഷമായ ദൈവം എന്ത് ചെയ്യും? സന്തോഷം വന്ന് പിന്നെ വരം കൊടുക്കും, അനുഗ്രഹിച്ചു. നീ കഴിച്ചാൽ ഉടൻ മരണം. അനുഗ്രഹമൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഹൈന്ദവമായ ഒരു വിശ്വാസത്തിലല്ല ഈ കഥ ഉണ്ടായത്, ഒരു പാശ്ചാത്യ വിശ്വാസത്തിൽ നിന്നുണ്ടായ കഥയാണ്. ദൈവം അനുഗ്രഹിച്ചു, അതുകൊണ്ടാണ് അരണ കഴിച്ചാൽ ഉടൻ മരണം എന്ന വിഡ്ഢിത്തം നിറഞ്ഞൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടായത്. അങ്ങനെയൊന്നുമില്ല. അരണ കഴിച്ചാൽ ഉടൻ മരണം. പിന്നെ ഇതിന് ബാക്കിയുണ്ട് എന്ന ധാരണ ശരിയല്ല എന്ന സാറ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ കുട്ടികൾ ഇത്രേ കേട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നമ്മളത് പറഞ്ഞു പോരുക. പറഞ്ഞു വരുന്നത് അരുണയ്ക്ക് അനുഗ്രഹം കൊടുത്തു, വെള്ളം കൊടുത്തു. ഓന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു, വെള്ളം കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പാറയുടെ മറയിൽ പോയി നിന്ന് മൂത്രം ഒഴിച്ചിട്ട് ദൈവത്തിന് വെള്ളം കൊടുത്തു. ദൈവത്തിന് സത്യം അറിയാമല്ലോ, കളിപ്പിക്കാൻ പറ്റുമോ? ദൈവം സത്യം അറിഞ്ഞു, ആ ഓന്തിനെ ശപിച്ചു. നിന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടാതെ പോകട്ടെ എന്ന് ശപിച്ച് അവന് നിറം മാറാൻ. കണ്ടാൽ വൃത്തികേടല്ലേ? നമുക്കൊരു സ്നേഹം തോന്നുമോ ഓന്തിനെ കണ്ടാൽ? ഈ കഥ കേട്ട നാൾ മുതൽ ഞാൻ എവിടെയൊക്കെ വെച്ച് ഓന്തിനെ കണ്ടോ അതിനെ കൊല്ലാതെ പോയിട്ടില്ല. കാരണം ദൈവത്തെ പറ്റിച്ചവനല്ലേ. അതുകൊണ്ട് ഓന്തിനെ കൊല്ലുക എന്നുള്ളതൊരു ദൈവിക കാര്യമായി, മതകാര്യമായി ഞാൻ കൊണ്ടു നടന്നു. അങ്ങനെ എത്രയോ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഓന്തിനെ വഴി കണ്ടു. പുസ്തകം കണ്ടൊക്കെ അവിടെ വെച്ച് ഓന്തിന്റെ പിന്നാലെ പാഞ്ഞു. അത് ഓടി ഒരു കവുങ്ങിന്റെ മുകളിൽ കയറി അവിടെ നിന്ന് അനേകം തവണ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അവസാനം അത് താഴെ വീണു. പകുതി ചത്ത് വീണ ആ ഓന്തിനെ കല്ല് കൊണ്ടിടിച്ചും വടി കൊണ്ടടിച്ച് ഞാൻ അത് ചത്തു എന്ന് ഉറപ്പ് വരുത്തിയപ്പോ വലിയ ആശ്വാസമായി. ആ ഒരു പുണ്യകർമ്മം ഞാൻ ചെയ്തല്ലോ എന്ന വിശ്വാസത്തിൽ സന്തോഷത്തോടെ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് വലിയ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവികമായ ഒരു കാര്യം ചെയ്ത ആഹ്ലാദം എനിക്കുണ്ടായി. ഞാൻ എത്രയോ വർഷം ഈ മഹാഭാവം കൊണ്ടു നടന്നു എന്ന് ആലോചിച്ചു നോക്കുക. പിന്നീടപ്പോഴോ ഏതോ ഒരു കാലത്ത് ദൈവം അനുഗ്രഹിച്ച ഒരു ജീവിയല്ലേ ഓന്തെന്ന് പറയുന്നത്. അപകടം വരുമ്പോൾ രക്ഷപ്പെടുവാൻ അനുഗ്രഹം കിട്ടിയ ഒരു ജീവി, ദൈവത്തിന്റെ ശത്രു എന്ന് പറഞ്ഞ് ഞാൻ എത്ര കാലം ഈ വിഡ്ഢിത്തം കൊണ്ടു നടന്നു. പറഞ്ഞത് ശൈശവത്തിൽ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന കാര്യങ്ങൾ നല്ലതായാലും തീയതായാലും അത് ഹൃദയത്തിൽ പതിയും, മനസ്സിൽ ബുദ്ധിയിൽ പതിഞ്ഞു കിടക്കും. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങൾ പതിയുവാനുള്ള എന്ത് ശീലമാ നമ്മൾ പഠിപ്പിച്ചത് എന്നാണ് ചോദ്യം. നല്ല കാര്യങ്ങൾ ശീലിച്ച് നമ്മുടെ കുട്ടികൾ മനുഷ്യരായി, സംസ്കാരമുള്ളവരായി, ധാർമ്മിക മൂല്യങ്ങളോട് ആഭിമുഖ്യമുള്ളവരായി വളരുവാനുള്ള എന്ത് ശീലമാണ് നാം നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്? പഠിപ്പിക്കാറുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ധർമ്മം പരസ്പരതയാണ് എന്ന് ഞാൻ പറഞ്ഞു. പാരസ്പര്യം അതിന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു വരിക. ശാസ്ത്രജ്ഞന്മാർ പണ്ട് അംഗീകരിച്ചിരുന്നില്ല. ഭാരതീയ ഋഷിയാണ് പറഞ്ഞത് ലോകത്തെ